ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കാപ്രിക്കോൺ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻ, നിങ്ങളുടെ നക്ഷത്രം മകരമാണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫെബ്രുവരി മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ കൺസൾട്ടേഷനിൽ പേഴ്സണൽ റീഡിങ്സ് ഞാൻ ചെയ്യണത് അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് ഫെബ്രുവരി മാസത്തിൻ്റെ മെസ്സേജസിന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ എന്താണ് നിങ്ങളുടെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഫെബ്രുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി കാപ്രിക്കോണിന് വേണ്ടി നൈറ്റ് ഓഫ് കപ്സ് ആണ് ഓവറോൾ എനർജി. എന്താണ് പാസ്റ്റിൻ്റെ എനർജി? പാസ്റ്റ് എനർജി നിങ്ങളുടെ 5 ഓഫ് കപ്സ്. കറണ്ട് എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് കപ്സ്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 3 ഓഫ് വോൺസ്. അപ്പോൾ കാപ്രിക്കോൺ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് ഓവറോൾ എനർജി വന്നിരിക്കണേ. നൈറ്റ് ഓഫ് കപ്സ് ആക്ച്വലി ഒരു ലൈറ്റ് ഹാർട്ടഡ് എനർജിയാണ്. കുറേ ഒരു റൊമാൻറ്റിക് എനർജിയാണ്. പക്ഷേ ഒരു ലൈറ്റ് ഹാർട്ടഡ് വെരി ഇമോഷണൽ എനർജിയാണ് ഇത്. റൊമാൻറ്റിക് മെസ്സേജസ് വരുന്ന എനർജിയാണ്. എന്താണ് ഈ നൈറ്റ് ഓഫ് കപ്സ്? 8 ഓഫ് പെൻറ്റക്കിൾസ്. വേൾഡ്. അപ്പോൾ കരിയറുടെ കാര്യത്തിലും നിങ്ങൾ കുറേ ബിസിയാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് ഒരു ബിസി സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയറിൽ. കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, റിവാർഡ്സ് ഒക്കെ ഉണ്ട്. എന്തോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണു സക്സസ്ഫുൾ ആയിട്ട്. എന്തോ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ മാറ്റം ഞാൻ കാണുന്നു. നിങ്ങളുടെ അടുത്ത് ചിലവർ ട്രാവൽ ചെയ്യുന്നുണ്ടാവും, അബ്രോഡ് പോകാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പോൾ അങ്ങനെ കുറേ പോസിറ്റീവ് എനർജീസ് ഇവിടെ കാണാണ്ട്. നിങ്ങൾ ചിലപ്പോൾ ട്രാവൽ റിലേറ്റഡ് അല്ല വർക്ക് റിലേറ്റഡ് ട്രാവൽ ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജ് കിട്ടുന്നു ഓൺലൈൻ, ഒരു റൊമാൻറ്റിക് മെസ്സേജിൽ ആരോ നിങ്ങളെ മെസ്സേജ് ചെയ്യണു. ഈ പേഴ്സൺ പുറമേ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. എന്തായാലും നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളെന്തോ ഒരു പാസ്റ്റ് സിറ്റുവേഷനെ കുറിച്ച് മനസ്സിൽ വെച്ചിട്ട് കുറേ നിങ്ങൾക്ക് വിഷമമുണ്ട്. അതിനെക്കുറിച്ച് എന്തോ വർക്കൗട്ട് ആയില്ല പാസ്റ്റിൽ. അപ്പോൾ അതിൻ്റെ വിഷമം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതൊരു പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യണ എനർജിയും ആവാം. നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഇപ്പോൾ ഇല്ല. അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ അവരെ മിസ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആവാം. അതല്ല വെച്ചാൽ ഒരു പാസ്റ്റ് ഫ്രണ്ട് ആവാം, ഇല്ല വെച്ചാൽ ഒരു പാസ്റ്റ് പാർട്ട്ണർ ആവാം. ഈ പേഴ്സണിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ അവരെ കുറേ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു പാസ്റ്റിൽ. പാസ്റ്റ് എനർജിയാണ് ഇത്. 8 അല്ല ഹൈറോഫാൻറ്റ് ഇവിടെ ഒരു മാരേജിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു മാരേജിൽ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. മാരേജ് ഇല്ല വെച്ചാൽ ഒരു ഫാമിലി മെമ്പർ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലില്ല. അവരെ നിങ്ങൾ കുറേ മിസ് ചെയ്യണ എനർജി ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാനൊരു പുതിയ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നു. ഏസ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 4 ഓഫ് വോൺസ്. ഇതൊരു വെരി സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ്, ലോങ് ടേം റിലേഷൻഷിപ്പാണ്, ഗുഡ് ന്യൂസിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ടാവും ഈ മാസം. അപ്പോൾ എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട് ഈ മാസം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പുതിയ വീടും ആവാം, പുതിയ വീട് വാങ്ങിക്കണ എനർജി ആവാം.
പക്ഷേ ഈ സിറ്റുവേഷനിൽ ചില കോൺഫ്ലിക്റ്റ് ഉണ്ട്, ചില ഇഷ്യൂസ് ഉണ്ട്, ചില വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്യണ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, ഓക്കെ, നിങ്ങൾ കുറേ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണു. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം, പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം. ടെമ്പറൻസ്, കുറേ ഒരു ബാലൻസ്ഡ് എനർജിയിലാണ് നിങ്ങൾ. ഒരു ഡെസ്പറേഷൻ ഒന്നുമില്ല, ഒരു പേടിയൊന്നുമില്ല. എന്താ പറയണത് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണു. കുറേ ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനിലാണ്. ചാലഞ്ചസ് ഉണ്ട് ഫ്യൂച്ചറിലും, പക്ഷെ നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യണു. പറഞ്ഞാൽ അങ്ങനെ പേടിക്കാനുള്ള ഒന്നും എനർജി ഒന്നുമില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതൊരു പറഞ്ഞ ഒരു പേടിയില്ല. ചാലഞ്ച് ഉണ്ടായാലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അത് ശരിയാവുമെന്ന്. അപ്പോൾ എന്താണ് ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി മാസത്തിൻ്റെ ചാലഞ്ച് ഉള്ളത്? ചാലഞ്ച് നിങ്ങൾക്ക് ഈ മാസം 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഉണ്ട്, നിങ്ങൾക്ക് എന്തോ നിങ്ങൾ പ്രേ ചെയ്യണു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊരു ചാലഞ്ചായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ. അതെന്താ വെച്ചാൽ മേ ബി അതിലെന്തെങ്കിലും ഒരു ഡിലേ വരുന്നുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ചാലഞ്ചായിട്ട്. പേജ് ഓഫ് വാൻഡ്സ്, മേ ബി നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ ഡീൽ ചെയ്യുമ്പോൾ അവരുടെ കാരണം ഇവിടെ എന്തോ ഒരു ഡിലേ ആയിരിക്കാം. അതല്ല വെച്ചാൽ ഈ നിങ്ങൾ വിഷ് ചെയ്യണ കാര്യം വേറെ ആൾക്കാരുടെ മുകളിലായിരിക്കും ഡിപ്പെൻഡൻ്റിൽ കാര്യം. പറഞ്ഞാൽ അവർ ചെയ്താലേ അത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു എനർജി ഇല്ല വെച്ചാൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചാലഞ്ച് ആവാം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഒരു ഓപ്ഷനും ഉണ്ട്, 2 ആൾക്കാരുടെ ഇടയ്ക്ക് 2 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. 2 ആൾക്കാരുണ്ട് ഇവിടെ. 2 ഓഫ് പേജ് ഓഫ് വാൻഡ്സ് ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. കിങ് ഓഫ് സോഡ്സ് ഒരു അക്വേറിയസ്, ലീബ്ര, ജെമിനി. അപ്പോൾ ഈ 2 ആൾക്കാരുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടിക്കലി, ഇമോഷണലി 2 ഡിഫറെൻറ്റ് ഡിറക്ഷൻസിലേക്കാണ് നിങ്ങളുടെ മൈൻഡ് പോണത്. എന്താ വെച്ചാൽ പ്രാക്ടിക്കലി നിങ്ങൾക്കൊരു കാര്യം ശരിയാണെന്ന് തോന്നുന്നു, പക്ഷേ ഇമോഷണലി നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ. എന്താണ് അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? നിങ്ങളുടെ അഡ്വൈസ് 3 ഓഫ് സോഡ്സ്. അപ്പോൾ ചില ഡിസപ്പോയിൻമെൻറ്റ്സ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ഇറ്റ്സ് ഓക്കെ ടു ക്രൈ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വിഷമം ഉണ്ടെന്ന് അറിയാം. നിങ്ങളുടെ എനർജിയിൽ ഞാൻ ഒരു മദറുടെ എനർജി കാണുന്നുണ്ട്, ഒരു വെരി നേർച്ചറിങ് പേഴ്സൻ്റെ എനർജി കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ഈ സമയം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമ്പോൾ, നിങ്ങൾക്ക് ഇങ്ങനെ എന്തോ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് എനർജി ഉണ്ട് ഇവിടെ. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ ഡീൽ ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് ബെറ്റർ ഫീൽ ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണം വെച്ചാൽ അത് ചെയ്യുക. സെൽഫ് നർച്ചർ പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കണം. അപ്പോൾ കുറച്ചുകൂടിയും ഒരു കൈൻഡ്നെസ് കാണിക്കുക. അവർ നിങ്ങളുടെ തന്നെ കാര്യത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യണു. അപ്പോൾ അത് ചെയ്യരുത്. നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ചൊരു അറ്റൻഷൻ നിങ്ങളുടെ അടുത്തേക്കും കൊടുക്കണം. നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് നിങ്ങൾ തന്നെ പാമ്പർ ചെയ്യുക. 4 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു വിഡ്രോ ചെയ്യണ എനർജിയാണ്. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് അത്ര സോഷ്യലൈസ് ചെയ്യണം എന്നുണ്ടാവില്ല. വേറെ ആൾക്കാരുടെ കൂടെ അത്ര ഒരു മിംഗ്ലിംഗ് ടൈപ്പ് ഓഫ് എനർജിയിലല്ല നിങ്ങൾ. അപ്പോൾ അതുണ്ട്, ഒരു റെസ്ട്രിക്റ്റഡ് എനർജി മാതിരി ഇവിടെ കാണാണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് സമയം വേണം വെച്ചാൽ ആ സമയം എടുത്ത് നല്ല ഹീൽ ചെയ്തിട്ട് മതി. നിങ്ങൾ ബെറ്ററായി ഫീൽ ചെയ്യും. അപ്പോൾ ഈ എനർജിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് പിന്നെ മറ്റേ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ മാസം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ 10 ഓഫ് സോഡ്സ് ആണ് കാണുന്നത്. എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്, ഒരു എൻഡിങ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്, ഒരു ബിട്രയലുടെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മാസം കുറേ ബിട്രേഡായി ഫീൽ ചെയ്യണു. എസ്പെഷ്യലി നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ, അവരാണ് നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യണേ. കുറേ ഒരു ടോക്സിക് എനർജി ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത് ടോക്സിക് ഫ്രണ്ട്സ് ആവാം, ടോക്സിക് റിലേഷൻഷിപ്പ് ആവാം. ഇവിടെ ഒരു ഡിവോഴ്സും ഒരു സെപ്പറേഷൻ്റെ എനർജിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു
വെരി അൺഹെൽതി റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ അതിലൊരു സെപ്പറേഷൻ, അതല്ല വെച്ചാൽ ഒരു മാരേജ് എൻഡ് ചെയ്യണ എനർജിയും കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ എന്നോട് കമൻസിൽ ചോദിക്കാറുണ്ട്, എൻ്റെ മാരേജൊക്കെ ശരിയാണല്ലോ, അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഓക്കെ, ഈ റീഡിങ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. നിങ്ങൾ ഈ സിറ്റുവേഷൻ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിലാണ് ഈ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൂ. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ തോന്നി അത് ഈ റീഡിങ് നിങ്ങളുടെ ലൈഫിൽ മാച്ച് ആവുന്നുണ്ട് വെച്ചാൽ അപ്പോൾ ഈ റീഡിങ് കണ്ടാൽ മതി. പക്ഷേ ഈ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കണില്ല വെച്ചാൽ ഇതിനെ ക്ലെയിം ചെയ്യരുത്. പറഞ്ഞാൽ ഇത് വേറെ ഏതോ കാപ്രിക്കോണിന് വേണ്ടിയിട്ടും ആവാം. ഓക്കെ, ഈ വേൾഡിൽ കുറേ കാപ്രിക്കോൺസ് ഉണ്ട്, നിങ്ങൾ മാത്രമല്ല. അപ്പോൾ വേറെ ഏതോ കാപ്രിക്കോണിന് വേണ്ടിയിട്ടാവാം. എല്ലാ മെസ്സേജസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാറ്, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുമ്പോൾ എൻ്റെ ലൈറ്റ് ഓഫായി. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുമ്പോൾ ആണ് കൂടുതൽ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആ സമയത്താണ് ലൈറ്റും ഓഫായി. അപ്പോൾ എന്തോ ഒരു മെസ്സേജ് വരണ മാതിരി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം ഇവിടെ 7 of Swords. എന്തോ ഒരു ഡിസെപ്ഷൻ്റെ എനർജി ഇവിടെ ഉണ്ട്. കാപ്രിക്കോൺ പേജ് ഓഫ് സോഡ്സ്, നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടണോ, ഈ ഇൻഫർമേഷൻ ഈസി അല്ല, നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഫർമേഷൻ. 8 of Wands, പക്ഷേ നിങ്ങളുടെ ലൈഫിൽ കുറേ ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ട്. ആൻഡ് ഈ ഡിഫിക്കൽട്ട് സൈക്കിളിന് നിങ്ങൾ ഡെഫിനറ്റ്ലി പുറത്തു വരണോ. ഓക്കെ, ഫെബ്രുവരി മാസത്തിൽ എന്തോ ഒരു ബേർഡൻ ഉണ്ട്, അത് തീരണു. ആ ഡിസപ്പോയിൻമെൻറ്റ് ഉള്ളത് അതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മെസ്സേജ് പറയണത് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് കാപ്രിക്കോൺ. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.